അങ്ങോട്ട് തീരുമാനിക്കണ ഫിക്സ് ചെയ്തു ഇവിടെ. ഞാൻ പറഞ്ഞേക്ക് ഓർമ്മയുണ്ടല്ലോ, ഫുൾ ഫയറല്ലേ? അളിയൻ വിളിക്കണ വിളി കേട്ടിട്ട് അറബാബിന്റെ കണ്ണിന്ന് ചോര വരണം, അത്രേ ഉള്ളൂ. ആളെയും വിളിയാ, ആളെയെ ആരും ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ നോക്കിക്കോളൂ. ഓക്കെ. ചേച്ചി നോക്കിയോ, അറബാബ് വിളിച്ചോട്ട് പാടും. അളയാ ആരും ഡിസ്റ്റർബ് ചെയ്തേ ഈ കേസ് നോക്കിക്കോളും. ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടല്ലോ. അളയം വിളിയല്ലേ? ഹലോ, ജെയിംസ് സാറല്ലേ? സാർ വേണ്ട, ജി എം അല്ലേ? നീ എന്തിനാ ഫോൺ കട്ടാക്കി? ഫോണിൽ വന്നേ. ഇനി എന്നെ ഇത്ര നാളെ കഷ്ടപ്പെട്ട് പണി എടുപ്പിച്ചതിന് ചോദ്യം ചെയ്യണം എനിക്ക്. കെട്ടിയോനാണ് 6 അടി പൊക്കമുണ്ടെന്നൊന്നും ഞാൻ നോക്കൂല, തൂക്കിയെടുത്ത് തലയിലടിക്കും ഞാൻ. അവിടെ നീ വേണമെങ്കിൽ ആ കഥ കടച്ചേക്ക്. നീ ഉപദ്രവിക്കുന്നത് ഇവിടുത്തെ വീട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാ. സത്യം പറഞ്ഞല്ലോ, വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് വേണം രണ്ടെണ്ണം തരാൻ. സിധു, ഞാൻ നിന്റെ ആരാടാ? ലച്ചൂസ്. എടാ, ഞാൻ നിന്റെ ഭാര്യ അല്ലേ? ഈ ജോലി ഉപേക്ഷിക്കുന്ന കാര്യം നിനക്ക് എന്റെ അടുത്തൊന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് കുഴപ്പം? അതൊരു മിനിമം മര്യാദയല്ലേ? അപ്പം ജോലി കളയാൻ നിൽക്കുന്നു. എന്റെ സിധു പറഞ്ഞല്ലോ, കുറെ ഡയലോഗൊക്കെ അടിച്ചായിരുന്നല്ലോ, കയ്യിൽ കുറെ കാശുണ്ടെന്നൊക്കെ. ഈ കാശൊക്കെ ഉണ്ടല്ലോ, ഒരു പനി വന്നാൽ തീരാവുന്നേ ഉള്ളൂ. ദുബായിൽ അവന് പട്ടിപ്പണിയാണ് പോലും. ആവേശം കയറുമ്പോഴേ ഓരോന്നൊക്കെ ചെയ്യാനൊക്കെ തോന്നും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? എന്റെ സിധു, ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി പറയണതല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറയണതാ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ലൈഫ് തുടങ്ങിയിട്ടേ ഉള്ളൂ, എങ്ങും എത്തിയിട്ടില്ല. ഈ കയ്യിലിരിക്കുന്ന പൈസയൊക്കെ ദേ ഇങ്ങനെ അങ്ങ് പോവും. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ നിന്റെ പ്രസൻസ് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഓരോ ഐഡിയ ഒക്കെ പറഞ്ഞു തരുന്നത്. പക്ഷെ നമ്മൾ അവരുടെ വാക്കും കേട്ടോണ്ടിരുന്ന നമ്മൾ എങ്ങനെ ജീവിക്കും? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്, നീ നിന്റെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ കാണിക്കും. പക്ഷെ നീ എന്ത് തീരുമാനം എടുത്താലും ഞാൻ നിന്നെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും, അത് ഉറപ്പാ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. പറഞ്ഞോ. തിരിച്ചു പോകാനുള്ള മടിയും അവിടുത്തെ കഷ്ടപ്പാട് ഓർത്തപ്പം, പിന്നെ ഇവിടെ ഓരോരുത്തരുടെ സ്നേഹം. ശരി, ഞാൻ തിരിച്ചു പൊക്കണം പോരെ? നീ അത് വിട്. തൽക്കാലം ഒരു കാര്യം ചെയ്യും, ജിഎമ്മിനെ വിളിച്ചിട്ട് ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഒന്ന് സംസാരിക്കും. ജിഎമ്മിനെ ഇപ്പൊ വിളിച്ച് ഞാൻ തിരക്കായിരിക്കും, ഫോൺ എടുക്കത്തില്ല. അത് മാത്രമല്ല, ജിഎം കുറെ തവണ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് ഇങ്ങോട്ട് വരായിരുന്നതാ, പിന്നെ ഞാൻ അയാളെ അവിടെ പിടിച്ചു നിർത്തിയത്. അത് ശരി, എന്നിട്ടാണ് ഇയാൾ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കണത്. പിന്നെ ഒരു കാര്യം ചോദിച്ചിട്ടെ, നീ ആരാണ്? വലിയ ബിസിനസ് കുടുംബത്തിലെ അംഗോ? കേശു ഓരോ ബിസിനസ് ഐഡിയ ഒക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര തൊരയോ ആവേശമൊക്കെ ആയിരുന്നല്ലോ ചെയ്യാൻ. എന്തൊക്കൂ നീ എന്നെ അങ്ങനെ അങ്ങ് പുച്ഛിക്കല്ലേ? അങ്ങ് ദുബായില് ഞാൻ കൊടുക്കുന്ന ബിസിനസ് ഐഡിയാസ് വെച്ചിട്ടാണ് കമ്പനി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. ഐഡിയ കൊടുക്കാനൊക്കെ ഭയങ്കര എളുപ്പാ, പക്ഷെ അത് പ്രാവർത്തികമാക്കാനേ ഭയങ്കര കഷ്ടപ്പാടാ. ലച്ചൂസിന് എന്നെ അറിയാത്തോണ്ടാ. ഞാനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാലേ പിന്നെ സക്സസ് കണ്ടിട്ടേ മടങ്ങൂ. മര്യാദക്ക് ഇരുന്നോളം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ. ലച്ചു, നീ എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ പേടിച്ചിട്ട് തിരിച്ചു പോകുന്നൊന്നും അല്ല. നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാ ഞാൻ തിരിച്ചു പോകുന്നത്. ഭയങ്കര സ്നേഹമാണ്. എന്താ വയറൊളിച്ച് കൊടുത്താ? അല്ലയാ, ആ അറബിക്കിട്ട് 10 പറയണ എനിക്ക് കേൾക്കണമെന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെ ഒന്ന് വിളിക്കൂ പ്ലീസ്, ഒന്നും വിളിച്ചിട്ട് പറയൂ. പൊന്നുമോൻ എന്തായാലും വന്നത് നന്നായി. എന്താ ചേച്ചി? ഞാനേ നിന്നെ ഒന്ന് കാണാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. എന്താ ചേച്ചി? നീ ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ട് ജീവിതം തൊലയ്ക്കും അല്ലേ? ദുബായ്ക്കുള്ള റിട്ടേൺ ടിക്കറ്റ് ഞാൻ ഇന്ന് ബുക്ക് ചെയ്യും. എന്താ അവിടെ തപ്പേന്നൊരു ശബ്ദവും കേട്ടു, പട്ടി മോങ്ങുന്ന ഒച്ചയും കേട്ടു. അത് അപ്പുറത്തെ പറമ്പിൽ ആരോ പട്ടീനെ തല്ലിയതാ അല്ലേടാ?